കെഎസ്ആർടിസിയിലെ ഓപ്പറേറ്റിംഗ് വിഭാഗത്തിൽ പുതിയ ഡ്യൂട്ടി പാറ്റേൺ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഡബിൾ ഡ്യൂട്ടിയിൽ ആഴ്ചയിൽ 3 ദിവസം ജോലി ചെയ്തിരുന്നിടത്ത് ഇനി മുതൽ ഒറ്റ ഡ്യൂട്ടിയായി ആഴ്ചയിൽ 6 ദിവസം ജോലിക്കെത്തണം. തൊഴിലാളി യൂണിയനുകളുടെ പ്രതിഷേധം വകവയ്ക്കാതെയാണ് ജോലി സമയത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ ഡ്യൂട്ടി പാറ്റേൺ പ്രകാരം 7000 രൂപയിൽ താഴെ വരുമാനമുള്ള ഷെഡ്യൂളുകളിലെ ജീവനക്കാരുടെ സിംഗിൾ ഡ്യൂട്ടി സമയം 8.5 മണിക്കൂറായി ഉയർത്തി. 6.5 മണിക്കൂറാണ് ഒരു ഡ്യൂട്ടി. അത് കഴിഞ്ഞും ബസ് ഓടിക്കുന്നുണ്ടെങ്കിൽ മണിക്കൂറിന് 200 രൂപ വീതം അധിക വേതനം നൽകും. 10 മണിക്കൂർ 1.5 ഡ്യൂട്ടിയായും 13 മണിക്കൂർ 2 ഡ്യൂട്ടിയായും 19.5 മണിക്കൂർ 3 ഡ്യൂട്ടിയായും ക്രമീകരിച്ചു. പ്രതിദിന വരുമാനം 8,000 മുതൽ 10,000 രൂപ വരെയുള്ള ഓർഡിനറി ഡബിൾ ഡ്യൂട്ടികൾ 1.5 ഡ്യൂട്ടിയായി. 12,000 രൂപ വരെ വരുമാനമുള്ള ഷെഡ്യൂളുകൾ ഒരു മാസത്തിനകം വരുമാനം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ 1.5 ഡ്യൂട്ടിയിലേക്ക് മാറ്റും. ഡ്യൂട്ടി പാറ്റേൺ നിലനിർത്താൻ ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ച് നഷ്ടം വരുത്തിയാൽ യൂണിറ്റ് അധികാരികളിൽ നിന്ന് നഷ്ടം ഈടാക്കുമെന്ന് MD MG രാജമാണിക്യം മുന്നറിയിപ്പ് നൽകി. കോർപ്പറേഷനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കാരം. എന്നാൽ ഭരണാനുകൂല തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധത്തിലാണ്. AITUC ആഗസ്റ്റ് 2-ന് സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. TDF BMS യൂണിയനുകളും സമരത്തിനിറങ്ങുമെന്നാണ് സൂചന. CITUവിന് പ്രതിഷേധമുണ്ടെങ്കിലും പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചേക്കില്ല. മീഡിയ 1 തിരുവനന്തപുരം. കെഎസ്ആർടിസിയിൽ ഡ്യൂട്ടി പരിഷ്കരണം പൂർണ്ണമാകുന്നതോടെ കൂടുതൽ എംപാനൽ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടും. നോട്ടീസ് നൽകാതെയാണ് ഇവരെ പിരിച്ചുവിടുന്നത്. ഇതുമൂലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇവരുടെ സീനിയോറിറ്റിയും ഇല്ലാതാകും. ഡബിൾ ഡ്യൂട്ടി ഒഴിവാക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുന്നതോടെയാണ് എംപാനൽ ജീവനക്കാർക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. 9,000-ലധികം എംപാനൽ ജീവനക്കാരാണ് കെഎസ്ആർടിസിയിൽ ജോലി ചെയ്യുന്നത്. നിലവിൽ 600-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ട് കഴിഞ്ഞു. നോട്ടീസില്ലാതെയുള്ള പിരിച്ചുവിടൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വന്നവരുടെ സീനിയോറിറ്റിയെ ബാധിക്കും. ഇതോടെ മറ്റു ജോലികൾ നഷ്ടമാവുകയും ചെയ്യുന്നു. എംപ്ലോയ്മെന്റ് വഴി വന്ന ഒരാളെ പിരിച്ചുവിടണമെങ്കിൽ അദ്ദേഹത്തിന് രേഖാമൂലം റിലീവിംഗ് നോട്ടീസ് കൊടുക്കണം. അതേസമയം തന്നെ ഇദ്ദേഹത്തെ പിരിച്ചുവിട്ടതായി അറിയിച്ചുകൊണ്ട് എംപ്ലോയ്മെന്റിലേക്ക് വിവരം കൊടുക്കണം. അപ്പോഴേ അവരുടെ സീനിയോറിറ്റി നിലനിൽക്കുള്ളൂ. ഇതിപ്പോൾ വരാൻ പോകുന്നത് കഴിഞ്ഞ 10 വർഷത്തോളം ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് വഴി വന്ന ആളുകളെ ഇനി അവർക്ക് സീനിയോറിറ്റി കിട്ടില്ല. മറ്റൊരു സാധ്യതകളിലേക്ക് അവർക്ക് ഇനി പോകാനും കഴിയില്ല. കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് എംപാനൽ ജീവനക്കാർ. ആദ്യപടിയായി ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തും. VS അച്യുതാനന്ദൻ സമരം ഉദ്ഘാടനം ചെയ്യും. സാജിദ് അജ്മൽ, മീഡിയ 1, കോഴിക്കോട്.